മക്കളെ, ഞാൻ പനിയിലാണ്. എന്നാലും ചെറുതായിട്ടൊരു കുറവ് തോന്നുന്നു. ഞാൻ കുളിച്ചിട്ടുണ്ട്. ഇന്ന് ഈ സ്ഥലത്തുനിന്ന് നമ്മൾ പെർമനൻ്റായി താമസിക്കുന്ന വീട്ടിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് മാറുകയാണ്. നാളെ രാവിലെ ഒരു ചെറിയ പാലുകാച്ചലോടുകൂടി നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ജീവിതം. എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും വേണം. നമ്മൾ ഈ രാജ്യത്ത് വന്നിരിക്കുന്ന എന്തിനാണ്? രക്ഷപ്പെടാൻ വേണ്ടി വന്നിരിക്കുന്നത്. രക്ഷപ്പെടാൻ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ടാകണം കേട്ടോ. എല്ലാവർക്കും നന്നായിട്ട് ജീവിക്കണം എന്നുള്ളൊരാഗ്രഹമല്ലേ. എല്ലാ ഐശ്വര്യങ്ങളും ദൈവം തരട്ടെ. എന്നെ കാണുന്നവർക്കും എല്ലാ ഐശ്വര്യങ്ങളും കിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ നേരം വിളിക്കുമ്പോൾ ആദ്യം എഴുന്നേറ്റ് വാട്സപ്പ് നോക്കിയപ്പം ഒരു മുസ്ലിം സഹോദരി എഴുതിയിരിക്കുന്നതാണ്. എനിക്ക് കൃത്യമായ പ്രാർത്ഥനയും കൃത്യനിഷ്ഠയൊന്നും ഇല്ലായിരുന്നു. സിംഗമ്മയുടെ വീഡിയോ കണ്ടതിൽ പിന്നെയാണ് ഞാൻ 5 നേരം നിസ്കാരം തുടങ്ങി. വെളുപ്പിനെ എഴുന്നേറ്റ് 3 മണിക്കൊക്കെ പ്രാർത്ഥിക്കുന്ന സ്വഭാവം തുടങ്ങി. എൻ്റെ മോനൊരു നല്ല ജോലി ഇല്ലായിരുന്നു, പ്രാർത്ഥനയായിരുന്നു. ജോലിക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ച, മോന് വേണ്ടിയിട്ട്. ആ ജോലി കിട്ടി, ഓഫർ ലെറ്ററൊക്കെ കിട്ടി. മോൻ ജോലിയിൽ പ്രവേശിക്കുകയാണ് സിംഗമ്മ എന്ന് പറഞ്ഞ്. സിംഗമ്മ ഒറ്റ ഒരാൾ കാരണം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എനിക്ക് കിട്ടിയെന്ന് ഉറപ്പാണ്. നല്ലൊരു ജോലിയാണ് കിട്ടിയിരിക്കുന്നത്, നല്ല സാലറിയിൽ നല്ല ജോലി കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. സത്യം പറയാമല്ലോ, ഭയങ്കര സന്തോഷം തോന്നി. അതുപോലെ എനിക്കില്ല, അത് മുസ്ലിമാണെന്ന് ആലോചിക്കണം. അപ്പം നമ്മളുടെ ജാതിയുടെ മതത്തിലൊന്നും ഒരു കാര്യമില്ല. ഈശ്വരൻ നമ്മളെ ഏത് മതത്തിലാണോ ജനിപ്പിച്ചത്, അത് ഈശ്വരൻ നമ്മളെ അവിടെ കൊണ്ട് ജനിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ആ മതത്തിലുള്ള ഈശ്വരനെ വിളിക്കുക. നമുക്കറിയാവുന്ന അതല്ലേ. ഇപ്പം ഞാൻ മുസ്ലിമിനോട് പറഞ്ഞ് ഹിന്ദു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർക്ക് എന്തറിയാം? ക്രിസ്ത്യാനികളോട് പറഞ്ഞ് ഹിന്ദു പ്രാർത്ഥന പറഞ്ഞാൽ അവർക്ക് എന്തറിയാം? ഹിന്ദുവിനോട് പറഞ്ഞ് മുസ്ലിമിൻ്റെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർക്കറിയുമോ? ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർക്കറിയും. ആഴത്തിലറിയാവുന്ന അവനവൻ ജനിപ്പിച്ച മതത്തിലെ പ്രാർത്ഥനയാണ്. മനുഷ്യൻ ഏതായാലും ഈശ്വരനെ വിളിക്കുന്നവനായാൽ മാത്രം മതി. ഏത് മതത്തിൽ ജനിച്ചു എന്നുള്ളത് ഒരു വിഷയമേ അല്ല. അതുകൊണ്ട് അവനവനെ ദൈവം തമ്പുരാൻ നമുക്കിവിടെ ജനിപ്പിച്ചിരിക്കുന്ന മതത്തിൽ നിന്നുകൊണ്ട് ഈശ്വര പ്രാർത്ഥന സ്വായത്തമാക്കണം. അതിലൂടെ മാത്രമേ ദൈവാധീനവും ഭാഗ്യവും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒന്നാം തരമായിട്ട് പഠിച്ച സ്ത്രീയാണ്. എൻ്റെ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകത്തില്ല. പഴയ കാലഘട്ടങ്ങളിലുള്ള വീഡിയോ, ഒരു വർഷം മുമ്പുള്ള വീഡിയോ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ എല്ലാം ഞാൻ വന്ന വഴികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കളിയാക്കുന്നവർ പലതും പറയും, പക്ഷേ ഈശ്വര പ്രാർത്ഥന മസ്റ്റാണ് ചക്കരകളെ. ഇപ്പോൾ അവൾ മുസ്ലിം സഹോദരി, അവളത് ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതുപോലെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള 1-2 സഹോദരികൾ സുഹൃത്തുക്കളൊക്കെ ഇതിനകത്ത് ഓരോന്ന് ഇട്ടിട്ടുണ്ട്. ഞാൻ മാതാപ്രതാപേ സിംഗുവാപ്രതാരത്തോ ഇതല്ല കേട്ടോ. ഞാനൊരു പരീക്ഷണം ഇതൊക്കെ നടത്തി കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. അപ്പം എല്ലാവരും എന്നെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഞാനും എല്ലാവരെയും പ്രാർത്ഥിക്കും, എല്ലാവർക്കും വേണ്ടിയിട്ട്. വൃത്തികെട്ടൊരു ജലദോഷം. ഞാൻ അവിടെ വീട് ക്ലീനിങ്ങിന് പോയായിരുന്നല്ലോ. അപ്പം ഒരു പെണ്ണിനെ വിളിച്ചിട്ട്, ഇവിടെ ഏജൻസി ഉണ്ട്, അവരെ വിളിച്ച് വൃത്തിയാക്കിയിട്ട് ആ വീട്, എൻ്റെ പൊന്നെ, ഒരു കാരണവശാലും വൃത്തിയായിട്ടില്ലായിരുന്നു. അവരൊന്ന് ഒപ്പിച്ചിട്ട് പോയി. പക്ഷേ നമ്മൾ നിന്നല്ലേ ചെയ്യിക്കണമായിരുന്നു. അവിടെ നമ്മൾ ഏൽപ്പിച്ചതേ അല്ലേ ഉള്ളൂ, നമ്മൾ നിന്നില്ലായിരുന്നു അവിടെ. പിന്നെ നമുക്ക് നമ്മുടേതായൊരു വൃത്തിയും ചെയ്യലും ഉണ്ടല്ലോ, അത് ചെയ്തതാണ് ഈ ജലദോഷം. അപ്പം ഒരു അലർജി വന്നതാണ്. പക്ഷേ തുമ്മി തളർന്നിട്ട് ഇവിടെ ഇങ്ങനെ വേദനയായിരുന്നു, നെഞ്ചിന് താഴെ പതിരയ്ക്ക്. ഞാൻ ഇന്നലെ പോയി മരുന്ന് വാങ്ങി. അത് ഇന്നലെ എനിക്ക് വൈകുന്നേരം ഒന്നും വയ്യായിരുന്നു. സെഡേഷനും ഉണ്ടായിരുന്നു ഗുളികയുടെ. ഇപ്പോഴും അത് വിട്ടിട്ടില്ല. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി മേടിപ്പിക്കുന്ന അനുമോള് വന്നിട്ടുണ്ട്. അപ്പോൾ ഇഡലി മേടിപ്പിച്ചു. ഇന്ന് പരിപാടി തുടങ്ങുകയാണ്. നമ്മൾ നാളത്തേക്കുള്ള പലവ്യഞ്ജനം മേടിച്ചാൽ മതി. അതൊക്കെ പാത്രത്തിലാക്കുക, ഫർണിച്ചറൊക്കെ ഒന്ന് ക്രമീകരിച്ചിടുക. ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അവിടെ ചെന്ന് വൈഫൈ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് വീഡിയോ ഇടാം. ചക്കരകളെ എല്ലാവരും സമാധാനമായിട്ട് സന്തോഷിക്കും. പ്രാർത്ഥന ഒരു കർശനം മുടക്കരുത്. ഈ ലോകത്ത് നമ്മൾക്കൊരു ദുഃഖങ്ങൾക്കും മനുഷ്യർക്കാർക്കും ഒരു പ്രതിവിധി കണ്ടു തരാൻ പറ്റത്തില്ല. ഒരു താൽക്കാലിക സഹായം മാത്രമേ ആർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളെ പെർമനൻ്റായിട്ട് രക്ഷിക്കണമെങ്കിൽ തമ്പുരാൻ തന്നെ വിചാരിക്കണം. അതിനെന്ത് ചെയ്യണം? നിരന്തരമായി ഒരു സമയം ക്രമീകരിച്ച് ആ സമയത്ത് തന്നെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നാമജപം, ഏറ്റവും നല്ല നാമജപം. ഇപ്പോൾ ഈ പറയുന്ന ഹിന്ദുസിനോട് പറയുന്ന നാമജപം, മറ്റുള്ളവരോടും അവർക്ക് അവരുടേതായ പ്രാർത്ഥന നാവിൽ നിന്ന് ഒഴിയരുത്. എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കിട്ടുന്ന എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഓട്ടോമാറ്റിക്കലി നമുക്ക് പെട്ടെന്ന് ഇന്ന് പ്രാർത്ഥിച്ച് നാളെ ഫലം വേണമെന്ന് പറയല്ലോ. നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മുടെ കർമ്മമാണ്. ദൈവം തമ്പുരാൻ പ്രകൃതിയുടെ കർമ്മം അത് ചെയ്തോളും, നമ്മളത് നോക്കേണ്ടതില്ല. ഒരു പരാതി ഇനി പറയരുത്. എല്ലാവരും പരാതിയുടെ പെട്ടി നിർത്തുക.
പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥന, നാരായണ 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 നാരായണ. അന്ന് അള്ളാഹു ആണെങ്കിൽ അള്ളാഹു, യേശുപ്പനാണ് യേശുപ്പ്, മാതാവാണെങ്കിൽ മാതാവ്, മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ, മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. ഇത് എനിക്ക് അതുപോലെ പ്രാർത്ഥന പിന്നെ എനിക്ക് ഇച്ചിരിയൊക്കെ അറിയാം. കാരണം നമ്മൾ അത് അവിടെ ഇവിടെയൊക്കെ പോയി ധ്യാനം കൂടി ഇരുന്നിട്ടുള്ളത് കൊണ്ടും പള്ളിയിൽ കുറേ നാളൊക്കെ നിന്നിട്ടുള്ളതുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് പിന്നെയും കുറച്ചറിയാം. മുസ്ലിംസിനൊന്നും അറിയത്തില്ല. ദുആ ചെയ്യുക കേട്ടാ, അങ്ങനെ പറയുന്നത് അല്ലേ, ചെയ്യുക. നിസ്കാരം ഒരു കർശനം മുടക്കരുത്. എന്താ അടിപൊളിയാണ്, 5 നേരവും ബാങ്ക് വിളിച്ച് തരുന്നു. എന്തൊരു ഓർമ്മിപ്പിക്കുന്നു നമ്മളെ. നിങ്ങൾക്ക് എന്തൊരു ഭാഗ്യമാണ്. അപ്പോൾ അതൊന്നും വിട്ടുകളയരുത്, സൗഭാഗ്യമാണ് അതൊക്കെ. നമുക്ക് രക്ഷപ്പെടാനും നമുക്കൊരു കർമ്മദോഷം ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ളൊരു മാർഗ്ഗവും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അത് നമ്മൾ കണ്ടെത്താൻ വൈകുന്നത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടാൻ വൈകുന്നത് കേട്ടാ. മനസ്സിന് എല്ലാവർക്കും ആത്മബലവും ആത്മശക്തിയൊക്കെ ഉണ്ടാകട്ടെ. രോഗദുരിതങ്ങളുള്ളവരെല്ലാം അതിൽ നിന്നൊക്കെ വേറെ എളുപ്പം മാറട്ടെ. അവർക്കും ആത്മധൈര്യം കിട്ടാൻ ഈ നാമജപം ഏറ്റവും അത്യുത്തമമാണ് കേട്ടാ. അത് സന്തോഷമായിട്ടിരിക്കും. എൻ്റെ അടുത്തൊരു ക്രിസ്ത്യൻ സഹോദരി പറഞ്ഞു, എനിക്കൊരു ഉണ്ണിക്കണ്ണനോട് ഒരു ആരാധന തോന്നുന്നു സിങ്കുമ്മ, ഉറമ മേടിച്ചാൽ കൊടുത്തവർ. വേണ്ട വേണ്ട, നിങ്ങൾ നമ്മുടെ ഉണ്ണിയേശുവിനെ വെച്ചിട്ട് അവനെ ഉണ്ണിക്കണ്ണനായിട്ട് കരുതാൻ പറഞ്ഞു. ഉണ്ണിയേശുവിനെ മേടിച്ച് വെക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും വേണ്ട കേട്ടാ. നമുക്ക് അവനവൻ്റെ ഇതിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം കേട്ടാ. അതാണ് ശാന്തവും സമാധാനവും. നമുക്കൊരു കുറ്റബോധവും തോന്നത്തില്ല ജീവിതത്തിൽ. നമ്മൾ ചെയ്തത് ശരിയാണ്, അതെറ്റാണ്, മറ്റുള്ളവരുടെ പഴിയൊന്നും നിങ്ങൾ കേൾക്കണ്ട കേട്ടോ. സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും. രാവിലെ നല്ല അടിപൊളിയായിട്ട് മഴയാണെന്നറിയാം. മഴ പെയ്യുന്നതിൽ ഇത്ര ആശങ്കപ്പെടണ്ട. നമ്മളതിന് മാത്രം ചൂട് വന്നപ്പോൾ കിടന്ന് വെപ്പാളപ്പെട്ട് ഈശ്വരനെ വിളിച്ചത് ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്നുണ്ട്. ആ വിളികളെല്ലാം പോയിരിക്കുന്ന നമ്മുടെ വിളികൾ ഓരോ മനുഷ്യരുടെയും ചൂട് അസഹീനം, സഹിക്കാൻ വയ്യ. എൻ്റെ ദൈവമേ, എങ്ങനെ ഒരു മഴ പെയ്താൽ മതിയെന്ന് ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ആളുകൾ പറഞ്ഞിട്ടില്ലേ, പ്രാർത്ഥിച്ചിട്ടില്ലേ നമ്മൾ. അതിൻ്റെ ഫലമാണ് ഈ മഴ ഇങ്ങനെ സമൃദ്ധമായി പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മാറി ഇനി നല്ല കാലാവസ്ഥയിലേക്ക് വരും. എല്ലാവരും പ്രാർത്ഥനയോട് തന്നെ ഇരിക്കുക. ഈ സമയവും കടന്നു പോകും കേട്ടോ. സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും. നമ്മൾ കുറച്ച് ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും മഴക്കാലത്ത്, അത് സഹിക്കുക നിവൃത്തിയില്ലല്ലോ നമുക്ക്. പെട്ടെന്ന് മഴ മാറാൻ തന്നെ ആളുകൾ പ്രാർത്ഥിക്കുക. പ്രകൃതി എല്ലാം മഴയും വെയിലും എല്ലാം സമഭാവനയിൽ തരട്ടെ അല്ലേ, സമമായിട്ട് തരട്ടെ, ഒന്നും അധികരിക്കാതിരിക്കട്ടെ. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക. ആരും എന്ന മഹാലക്ഷ്മികളൊന്നും പ്രാർത്ഥന മുടക്കല്ല്. അടുക്കി ഒതുക്കി വെച്ചാലേ ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് വൈബ് ഉണ്ടാകത്തുള്ളൂ. എങ്ങും ഒരു അടുക്കം ചിട്ടയും ശാന്തത ഉണ്ടാകട്ടെ. വീട്ടിലുള്ളവരെയൊക്കെ മനസ്സിൽ സന്തോഷവും മനസ്സമാധാനവും കളിയാടട്ടെ. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും നല്ല സാഹചര്യങ്ങളും സമയങ്ങളും കിട്ടട്ടെ. എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. എല്ലാം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സാഹചര്യമൊക്കെ നമ്മൾ തന്നെ സൃഷ്ടിക്കണം. സന്തോഷം മുഹൂർത്തങ്ങൾ നമ്മൾ തന്നെ സൃഷ്ടിക്കണം. വേറൊരാൾ നമുക്ക് സന്തോഷം കൊണ്ട് തരത്തില്ല. നമ്മൾ തന്നെ സന്തോഷമുള്ള സാഹചര്യം സൃഷ്ടിക്കണം. എല്ലാം ക്ഷമിക്കണം. ചിലതിനെ കണ്ടില്ലെന്ന് നടിക്കണം, മനസ്സിലായി. ചിലതിനെ പ്രതികരിക്കേണ്ടത് അപ്പം തന്നെ പ്രതികരിക്കണം കേട്ടോ. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക. നമ്മളാ പുതിയ വീട്ടിലേക്ക് ഇനി പോകുന്നു. പുറത്ത് ഇനി എവിടെയാണ് പോകുന്നത്? നമ്മൾ പലവ്യഞ്ജനം മേടിക്കാനല്ലേ? മിനി ഷോപ്പിംഗ്. ഇവിടുത്തെ ഷോപ്പിങ്ങിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന അനുമോളാണ്. ഞാൻ പോയി എന്തെങ്കിലും എടുത്താലും ബോബന് പെറുറുക്കും. അനുമോളെടുത്താൽ അങ്ങനെ വലിയ പെറുറുക്കലില്ല. ഞാൻ വില നോക്കത്തില്ല നേരം. ശരിയാണ്, ഞാൻ വില നോക്കത്തില്ല. ഏക്കറകളെ എനിക്കിഷ്ടപ്പെട്ട സാധനവും കൊണ്ടുവന്ന് വെക്കും ഞാൻ. ബോബൻ ആദ്യം വില നോക്കും, അനുമോളും വില നോക്കും. അനുമോൾ എങ്ങനെയാണെന്നറിയാമോ? അതിനൊരു നാക്കാണ്. എനിക്കത്ര ഒരു കഴിവില്ല കേട്ടോ. അനുമോളെന്തറിയാം, ആ സാധനം തന്നെ വില കുറഞ്ഞുണ്ടാൻ തപ്പും. അതേ മോഡൽ തപ്പി ഇവിടെ 1-2 ഷോപ്പിലൊക്കെ കയറും. ഒരു സൂക്കേടും ഇല്ല. കയറിയിട്ട് തപ്പി അലഞ്ഞു വിടും. പോകുന്നതിനെ പറയും ഇവർക്ക് എന്തൊരു കഴിവാണ് ഇങ്ങനെ. എന്നിട്ട് അതേപോലത്തെ സെയിമായിട്ട് ആ ക്ഷമയുണ്ട്. അത്രയ്ക്ക് ക്ഷമയില്ല കേട്ടോ. എളുപ്പത ബോവൻ്റെ ഒരു കാര്യം പറഞ്ഞു തരട്ടെ. ഞങ്ങൾ ചങ്ങമ്പുഴ പാർക്കിൻ്റെ അവിടെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ ഞങ്ങളുടെ ഫ്ലാറ്റിന് അതൊക്കെ തേങ്ങ വിൽക്കുന്ന ഒരു കടയുണ്ട്. അവിടെ ഒരു തേങ്ങയ്ക്ക് 20 രൂപയാണ്. ബോവനെ എൻ്റെ നമ്മൾ അന്നിരുന്ന് വയ്ക്കണം. അപ്പോൾ ഒരു തേങ്ങയ്ക്ക് 20 രൂപയ്ക്ക് വിൽക്കും. നമ്മുടെ അവിടെ തേങ്ങയ്ക്ക് 20 രൂപ. അപ്പോൾ വാരാപ്പുഴ മാർക്കറ്റ് ദിവസം പച്ചക്കറി മേടിക്കാൻ പോയിരുന്നു. അവിടെ തേങ്ങ കണ്ടപ്പോൾ അവിടെ 18 രൂപയ്ക്ക് തേങ്ങ വിൽക്കുന്നു. ഇവിടെ 20 രൂപ, 2 രൂപ കൂടുതലെന്ന്. പിറ്റേന്ന് ഞാൻ തേങ്ങ അപ്പം നമുക്ക് 10-15 തേങ്ങ ഒരുമിച്ച് മേടിക്കും. പറയാം അത് വണ്ടി കയറുമ്പോൾ പോകാം. ഞാൻ പറയാം ഇവിടെ തേങ്ങ വാരാപ്പുഴ എടുക്കുക. ഇവിടെ ഈ 20 രൂപയ്ക്ക് വിൽക്കുന്ന തേങ്ങയ്ക്ക് 18 രൂപയ്ക്ക് വാരാപ്പുഴ 5-8 കിലോമീറ്റർ 10 കിലോമീറ്റർ അപ്പുറത്ത് പോയി പിന്നെ 20 രൂപയ്ക്ക് വിൽക്കുന്നത്
500 പെട്രോൾ അടിച്ച് അപ്പുറത്ത് പോയി. പിന്നെ 18 രൂപയ്ക്ക് മേടിച്ച് ഇവിടെ 20 രൂപയ്ക്ക് മേടിക്കുന്ന തേങ്ങ പാരാപ്പുഴ പോയി 18 രൂപയ്ക്കാണ് മേടിക്കാൻ സംഭവിച്ച്. പക്ഷേ എത്ര രൂപ പെട്രോൾ അടിച്ച്? 500 രൂപ പെട്രോൾ അടിച്ച്. ഇതാണ് ബോവൻ്റെ ബുദ്ധി. അതിലും നല്ല ബുദ്ധി സിങ്കുമ്മയുടെ അല്ലേ ചക്കര. ഈ വയനാട് സ്ഥലത്ത് പോകുമ്പോൾ പെട്രോളും അടിച്ച് ഈ കഷ്ടപ്പെട്ട് നടക്കുന്നതിൽ നല്ലത് ഒരു 10 രൂപ 5 രൂപ കൂടുതലാണെങ്കിൽ നമ്മൾ കിട്ടിയ സ്ഥലത്ത് നിന്ന് ക്വാളിറ്റിയുള്ള സാധനം എടുത്തുകൊണ്ട് പോരുക. അതാണ് എൻ്റെ നയം. പലരും പല വ്യത്യസ്ത സ്വഭാവമല്ലേ. ഹനുമോളോടെ പർച്ചേസിന് പോയാലുണ്ടല്ലോ ഭ്രാന്തളകി മാനസികരോഗം പിടിച്ച് ഓടും നമ്മൾ. വിനോദം അങ്ങനെ നിറയെ പർച്ചേസിന് പോയി അനുമോളെ കൊണ്ട് വിട്ട് കൊടുത്തിട്ട് മാറി ഇവിടെ എവിടെയെങ്കിലും ക്ഷമയോടുകൂടി ഇരിക്കും. അമ്മോളും നീ വയ്ക്കും ഞാൻ വിട്ടിരുന്നോളാം തോന്നാം കാറിലിരിക്കും. അല്ലെങ്കിൽ അനുമോളെല്ലാം കഴിഞ്ഞിട്ട് പക്ഷെ പൈസയൊന്നും ലിമിറ്റ് വിട്ട് ചിലവാക്കത്തില്ല. ഒരു ബഡ്ജറ്റ് കാണും, അതിന് അപ്പുറത്തേക്ക് പോകത്തില്ല. വില കൂടിയതൊന്നും പല പല ഷോപ്പിൽ കയറിയിട്ട് എടുക്കും. എനിക്ക് പറ്റത്തില്ല കേട്ടില്ല. ഞാൻ 16 സ്ഥലത്തോട്ട് പോകുന്ന കാശുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കയറിയിട്ട് 1-2 രൂപ വെച്ച് കൂടുതലായിരിക്കും. 16 സ്ഥലത്ത് പോകുന്ന പെട്രോൾ അടിക്കുന്ന കാര്യം ശരിയാകുമല്ലോ എന്ന് ഞാൻ ചിന്തിക്കും അല്ലേ. അങ്ങനെ ചിന്തിക്കുന്നവർ കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെന്ത് പറയാൻ ചക്കരകൾ, ഇതൊക്കെയാണ് കാര്യങ്ങൾ. എൻ്റെ മുസ്ലിം സഹോദരി അങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ 5 നേരം നിസ്കാരം തുടങ്ങി, എൻ്റെ കുഞ്ഞിന് ജോലി കിട്ടി. ഇരിക്കുമ്പോൾ ഒറ്റൊരാൾ കാരണം ഞാൻ 3 മണിക്കൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ജോലി കിട്ടിയപ്പോൾ ഇനി അവന് നല്ലൊരു പെണ്ണിനെയൊക്കെ കല്യാണം ചെയ്യാമല്ലോ. നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ നല്ലൊരു പെണ്ണിനെയൊക്കെ കിട്ടത്തുള്ളൂ അല്ലേ. അല്ലേ കെട്ടിയിട്ടെന്തിനാണ് എൻ്റെ പൊന്നെ ദൈവമേ. ഓരോരുത്തർ കല്യാണം നടന്നില്ല, ആദ്യം ജോലി കിട്ടാൻ പ്രാർത്ഥന. ജോലി കിട്ടാതെ കല്യാണം നടന്നിട്ട് ഡൈവേഴ്സ് ചെയ്യാൻ. പഴയ പെമ്പിള്ളാരൊന്നുമല്ല ഒന്നും സഹിച്ചിരിക്കത്തില്ല. എളുപ്പം തന്നെ 2 പേർക്കും ജോലി ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലത്തെ ചിലവ്. അനുമോൾ എന്നിട്ട് എന്താ ജോലിക്ക് പോകാത്ത? ഈ പറയുന്ന അനുമോൾ ജോലിക്ക് പോകണില്ല, അവൾ ചിരിക്കുന്നുണ്ട്. പറയാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. മൂത്തവൾ ഈ കൊച്ചിങ്ങനെ ജോലിക്ക് പോകാത്ത ഈ ഇളയ പെങ്കൊച്ചിന് ജോലിക്ക് പോകാൻ ഇച്ചിരി മടിയുണ്ട് നമ്മുടെ അമ്മൂന്. അല്ല ഉണ്ട്. അമ്മയെ എനിക്കറിയാമല്ലോ മടിയുണ്ടെന്ന്. ഇച്ചിരി മടിയുണ്ട്. പിന്നെ രക്ഷയില്ല എന്ന് ഓർത്തിട്ട് ഇപ്പം എല്ലാവർക്കും ഒരേപോലത്തെ സെയിം. ഒരമ്മ പെറ്റ മക്കൾ 10 എണ്ണം ഉണ്ടെങ്കിൽ 10നും ഒരു സ്വഭാവമൊന്നുമില്ല അല്ലേ. പല പല സ്വഭാവമായിരിക്കും എന്ന് പറഞ്ഞാൽ ആ കാര്യം. ഇവൾക്കൊരു ലോട്ടറി തന്നെയാണ് ഇത്. സുഖിച്ചിരുന്നാൽ മതി. അയ്യോ അത് ശരിയല്ല, കള്ളി. അപ്പോൾ ഇത്രയൊക്കെയാണ് ചക്കരകളെ. എനിക്ക് സത്യം പറയട്ടെ, ഇപ്പം ഈ ലൈഫിൽ എനിക്ക് കുടുംബത്തോടൊപ്പം പോകുന്നൊരു ജോലി ചെയ്യുന്നത് ഇഷ്ടമാണ്. ഒന്നേ വല്ല ഡേ കെയർ നടത്തുന്ന ഇഷ്ടമല്ല, അല്ല പേയിങ് ഗസ്റ്റ് നടത്തുന്ന ഇഷ്ടം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. അപ്പോൾ എനിക്ക് വീട്ടിലെ കാര്യവും നോക്കാം, വീട്ടിലെ കാര്യം നോക്കാം. ഇതല്ല ഇവള് മുമ്പ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നേ. വിനോദ് വിടാഞ്ഞിട്ടാണ് ജോലിക്ക്. ദൂരം അവൻ വരുമ്പോഴും ഇവളെത്തുന്നതേ ഉള്ളായിരിക്കും. അന്നേരം ഇവിടെ അങ്ങനെയാണ്. പിന്നെ ഇവർക്ക് അത്യാവശ്യം വലിയ കുഴപ്പം ബുദ്ധിമുട്ടൊന്നും ഇല്ല. പിന്നെ 2 പേരും കൂടെ ഒരു ജോലിക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല, ഇരട്ടി ചിലവാണ്. ലാഭമില്ല സംഭവം. ഇപ്പം മനസ്സിലായല്ല, ലാഭമില്ലാത്ത ഒരു സംഗതി ഇല്ല. ഇവളെല്ലാം ലാഭം നോക്കും കേട്ടോ. സംഭവം ഞാനൊരു ലാഭവും നോക്കാറില്ല. എൻ്റെ ലാഭമാണ് ഈ കാണുന്ന നിങ്ങളെല്ലാം. ചക്കരകളെ വേറെന്ത് പറയാനാണ്. അപ്പോൾ പുതിയ വീട്ടിലേക്ക് പോകണം. പക്ഷേ എനിക്കുണ്ടല്ലോ എൻ്റെ ഒരു ഉന്മേഷവും എനർജിയും എനിക്ക് തിരിച്ച് കിട്ടണം. അതിനൊന്ന് പ്രാർത്ഥിക്കണം. ഈ ഉന്മേഷ എനർജി വരുന്നില്ല ചക്കരകളെ. ഞാൻ ഇപ്പോൾ കുളിച്ചിട്ട് വന്നിരിക്കുന്നുണ്ട് നിങ്ങളോട് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അതേസമയം ഞാൻ കുളിക്കാതിരിക്കുകയാണെങ്കിൽ എനിക്ക് ഈ എനർജി ഇല്ല കേട്ടോ. ഞാൻ ഇരിക്കുന്നിടത്ത് നിന്ന് ഉറക്കം തൂങ്ങി ഇരിക്കുമായിരുന്നു. ഞാൻ ഇപ്പോൾ ചൂടുവെള്ളത്തിൽ കുളിച്ച് ലൈറ്റായിട്ട് മിനി ഇഡലി, കുഞ്ഞു ഇഡലി, ഞാൻ അതിൻ്റെ ഒരു തട്ട് മേടിക്കണമെന്ന് പറഞ്ഞത്. എനിക്ക് അത് ഇഡലി പൊതുവെ എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല. എന്നും ഇഡലിയും ദോശയാണ് വീട്ടിൽ. അതുകൊണ്ട് ഓർഡർ ചെയ്ത് മേടിച്ചതാണ്. കുഞ്ഞു ഇഡലിയായിരുന്നു, പൊട്ട് പോലത്തെ ഇഡലി. ആ ഇഡലി ഞാൻ ഉണ്ടാക്കിയ വരെ കുഴപ്പമില്ല. സ്പൂണിന് കോരി തിന്നുമ്പോൾ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. കാണാനൊരു ലുക്ക് കൊള്ളാം. സാമ്പാറിനകത്ത് മുങ്ങിക്കിടക്കുന്ന ഒരു പാത്രത്തിൽ നിറച്ച് സാമ്പാർ, അതിനകത്തോട്ട് ഈ ഒരു ഇഡലിയോടെ കുഞ്ഞിഡലി ഇട്ടിരിക്കുന്നത്. സംഗീതയിൽ നിന്ന് മേടിച്ചത്, സംഗീതയിൽ നിന്ന്. കൊള്ളാം കേട്ടോ, അടിപൊളി. അവരുടെ എല്ലാ ഫുഡും നല്ലതാണ്. അങ്ങനെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് മാറാൻ പോവാണ് ചക്കര. ഈ ദൈവം അനുഗ്രഹിച്ചിട്ട് ഇത്രയും നല്ലൊരു ഫ്ലാറ്റിൽ, മനോഹരമാണ് ഈ ഫ്ലാറ്റ്. എന്താ വ്യൂ എന്നൊക്കെ ഇവിടെ നിന്ന് നോക്കിയ അബുദാബി സിറ്റിയുടെ വാമഭാഗവും ഇതിനകത്തൂടെ കാണാൻ പറ്റും. ഇത്ര നല്ല രസം ഉള്ളൊരു, ഇത്ര മനോഹരമായ, ഇത്ര നല്ല ഒരു ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് തമ്പുരാൻ ഞങ്ങളെ നിർത്തി ഇത്ര ദിവസം സുരക്ഷിതമായി നോക്കിയതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ഇവിടുത്തെ വീഡിയോ ആണ് കേട്ടോ. ഇനി നമ്മളെ വീട്ടിൽ പോയിട്ടാണ് വീഡിയോ എടുക്കാൻ പോകുന്നത്. എൻ്റെ ചക്കരകളുടെ എല്ലാം പ്രാർത്ഥനയും അനുഗ്രഹവും എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം. ഓക്കെ, എല്ലാവർക്കും എൻ്റെയും പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ അവിടെ നിന്ന്
എല്ലാ ഉന്മേഷത്തോടും കൂടി ദൈവാനുഗ്രഹത്തോടും ഞാൻ അവിടെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ ചക്കരകളെ.